ഹായ് എവ്രി വൺ, ആർഫോറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ബുൾ റാലി നടക്കുമ്പോൾ അവിടെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണോ അല്ലെങ്കിൽ ഫണ്ടമെൻ്റലി വീക്ക് ആണോ എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാ സ്റ്റോക്കുകളും പറക്കാറുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് 2020 മാർച്ചിൽ കോവിഡ് ക്രാഷിന് ശേഷം ലോകമാകമാനമുള്ള ഗ്ലോബൽ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള ചരിത്രത്തിലെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള റിക്കവറി, ഒരു വി ഷേപ്ഡ് റിക്കവറി ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഏത് സ്റ്റോക്ക് നമ്മൾ കണ്ണടച്ച് വാങ്ങിയാലും അത് വമ്പിച്ച പ്രോഫിറ്റ് നൽകുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ 2020 മാർച്ചിൽ നിഫ്റ്റി ഏകദേശം 7511 എന്നുള്ള അതിൻ്റെ ലോ ലെവലിലേക്ക് പതിച്ച ഒരവസ്ഥയായിരുന്നു. അവിടെ നിന്നാണ് 2021 ഒക്ടോബർ ആകുമ്പോഴത്തേക്കും 18,500 എന്നുള്ള പുതിയ റെക്കോർഡ് ഹൈയിലേക്ക് അത് കുതിച്ചെത്തിയത്. വെറും 18 മാസം കൊണ്ടാണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ പണം 140% റിട്ടേൺ നൽകിയത്. എന്നാൽ അതിനുശേഷം മാർക്കറ്റ് ഡൗൺ ആവുകയായിരുന്നു. എന്നാൽ പിന്നീട് 2 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ മാർക്കറ്റ് ഏറ്റവും ഒടുവിൽ വലിയൊരു മെഗാ ബുൾ റാലി നടന്നത് ഇപ്പോൾ 2023 നവംബർ മുതൽ 2024 സെപ്റ്റംബർ വരെയുള്ള ഒരു കാലയളവിലാണ്. ഈ സമയത്ത് നിഫ്റ്റി 19,000 എന്ന പോയിന്റിൽ നിന്ന് കുതിച്ചുയർന്ന് 2024 സെപ്റ്റംബർ അവസാനമാകുമ്പോഴേക്ക് 26,270 എന്നുള്ള ഉയർന്ന പുതിയ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്തതായിട്ടും കാണാം. എന്നാൽ അതിനുശേഷം പലപ്പോഴും ഈ ലെവൽ ബ്രേക്ക് ചെയ്യാൻ നിഫ്റ്റി ശ്രമിച്ചെങ്കിലും പിന്നീട് ഒരു സൈഡ് വൈസ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് മാർക്കറ്റിൽ ഈ ഒരു കൺസോളിഡേഷൻ റേഞ്ച് ബൗണ്ട് ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അവിടെ നമുക്ക് കാണാൻ പറ്റും ചില സെക്ടറുകളിൽ വമ്പിച്ച റാലി നടക്കുന്നത് കാണാം. അപ്പോൾ കഴിഞ്ഞ 3 മാസങ്ങളിലായിട്ട് വമ്പിച്ച ഒരു മുന്നേറ്റം നടന്ന 3 സെക്ടറുകൾ ആ രീതിയിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിലൊന്ന് ന്യൂ ഏജ് ടെക്നോളജി സ്റ്റോക്കുകളാണ്. ഇ കൊമേഴ്സ്, ഓൺലൈൻ പേയ്മെന്റ്, ഈ മേഖലയിലുള്ള പല സ്റ്റോക്കുകളും നല്ല റാലി കഴിഞ്ഞ 3 മാസം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്കുകൾ പലതും വലിയ നഷ്ടത്തിലായിരുന്ന ടെക്നോളജി കമ്പനികളായിരുന്നു. ഉദാഹരണത്തിന് സൊമാറ്റോ, പേടിഎം പോലെയുള്ള സ്റ്റോക്കുകൾ. എന്നാൽ അവർ ചെലവുകൾ കുറയ്ക്കുകയും കൂടുതൽ പ്രോഫിറ്റിലേക്ക് വരികയും ചെയ്തതോടുകൂടി സ്റ്റോക്കിൽ ഒരു റാലി നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ 10 മുതൽ 15 മിനിറ്റിനുള്ളിൽ ഡെലിവറി ചെയ്യുന്ന പുതിയ ക്വിക്ക് കൊമേഴ്സ് ബിസിനസ് മോഡലും അത് പല കമ്പനികളുടെയും ഒരു റിക്കവറിക്ക് കാരണമായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ FIAs സ്റ്റോക്കുകളിൽ അവരുടെ ക്യാഷ് ഫ്ലോ ശക്തമാക്കിയതോടെ ഈ സ്റ്റോക്കുകളിൽ ഒരു റാലി നടന്നതായിട്ട് കാണാം. അപ്പോൾ ഈ ന്യൂ ഏജ് ടെക് സ്റ്റോക്കുകളിൽ അമേസിംഗ് ആയിട്ടുള്ള ഒരു റാലി കഴിഞ്ഞ 3 മാസം നടന്ന ഒരു സ്റ്റോക്കാണ് കാർട്രേഡ് ടെക്. അത് 82% ഒരു റിട്ടേൺ ആണ് നൽകിയത്. അപ്പോൾ അതിൻ്റെ 52 വീക്ക് ഹൈയോടടുത്ത് ഏകദേശം 5% മാത്രമുള്ള ഡിഫറൻസ് മാത്രമേ ആ സ്റ്റോക്കിലുള്ളൂ. ഇതേപോലെയാണ് പേടിഎമ്മിൽ ഏകദേശം 43% ഒരു റാലിയാണ് കഴിഞ്ഞ 3 മാസം നടന്നത്. ഇപ്പോൾ അത് ഓൾ ടൈം ഹൈയിൽ നിൽക്കുകയാണ്. അതേപോലെ ലെൻസ്കാർട്ട് സൊല്യൂഷനിൽ ഏകദേശം 26% റാലി നടന്നു. അതുപോലെ നൈക്കയിൽ 25% റാലി നടന്നു. അതൊക്കെ ഓൾ ടൈം ഹൈയോട് അടുത്ത് തന്നെയാണ് ഇപ്പോൾ നൽകുന്നത്. എന്നാൽ ഇത്തരം റാലി നടന്നിട്ടും ഓൾ ടൈം ഹൈയിലേക്ക് എത്താത്ത ചില സ്റ്റോക്കുകൾ കാണാം. അതിലൊന്ന് നെറ്റ്വർക്ക് പീപ്പിളാണ്. ഇപ്പോഴും 52 വീക്ക് ഹൈയിൽ നിന്ന് 29% ഡൗൺ ആണ്. 51% റാലി ഈ സ്റ്റോക്കിൽ കഴിഞ്ഞ 3 മാസം നടന്നു. അതുപോലെ ശേഷസായി ടെക്നോളജിയിൽ 44% ഒരു മുന്നേറ്റം കഴിഞ്ഞ 3 മാസം ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും 52 വീക്ക് ഹൈയോട് ഇനിയും 10% താഴെയാണ് നിൽക്കുന്നത്. അതുപോലെ അർബൻ കമ്പനിയിലും 36% ഒരു റാലി നടന്നു. പക്ഷെ അവിടെ 15% 52 വീക്ക് ഹൈയിൽ നിന്ന് താഴെയാണ് നിൽക്കുന്നത്. അതുപോലെ എറ്റേണലിൽ സൊമാറ്റോയുടെ ആ സ്റ്റോക്കിൽ 27% റാലി നടന്നു കഴിഞ്ഞ 3 മാസം. പക്ഷെ ഇപ്പോഴും 52 വീക്ക് ഹൈയോട് 11% താഴെയാണ് നിൽക്കുന്നത്. അതുപോലെ മീഷോയിലും സ്വിഗ്ഗിയിലും വലിയ റാലി നടന്നിട്ടില്ല. അവിടെ സിംഗിൾ ഡിജിറ്റിലാണ് കഴിഞ്ഞ 3 മാസത്തിൻ്റെ ഒരു ഗ്രോത്ത് കാണുന്നത്. അതായത് മീഷോയിൽ 9%, സ്വിഗ്ഗിയിൽ 5%ൻ്റെയും ഒരു മുന്നേറ്റം മാത്രമാണ് ഉണ്ടായത്. ഇപ്പോഴും 52 വീക്ക് ഹൈയിൽ നിന്നും 19% താഴെയാണ് മീഷോ ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ സ്വിഗ്ഗി ഏകദേശം 39% താഴെയായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ ചില സ്റ്റോക്കുകളിൽ ഇനിയും റാലിക്കുള്ള സ്കോപ്പ് ഉണ്ട്. എന്നാൽ ചില സ്റ്റോക്കുകൾ അതിൻ്റെ ഓൾ ടൈം ഹൈയിലുമാണ്. ഇനി മറ്റൊരു സെക്ടർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജ്വല്ലറി ആൻഡ് ഡയമണ്ട്സ്, വാച്ചസ് പോലെയുള്ള മേഖലയിലുള്ള സ്റ്റോക്കുകളാണ്. അപ്പോൾ ഈ ഗ്ലോബൽ അൺസർട്ടനിറ്റി കാരണം ഈ ഇന്റർനാഷണൽ മാർക്കറ്റിലും ഇന്ത്യയിലുമൊക്കെ ഗോൾഡിന്റെ പ്രൈസ് വലിയ തോതിൽ ഉയർന്നത് ഈ ജ്വല്ലറി കമ്പനികളുടെ ഇൻവെന്ററി വാല്യൂ ഉയർത്തിയിട്ടുണ്ട്. കൂടാതെ കൺസ്യൂമേഴ്സ് ഈ അൺഓർഗനൈസ്ഡ് സെഗ്മെന്റിൽ നിന്നും ബ്രാൻഡഡ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ജ്വല്ലറികളിലേക്ക് മാറുന്നത് വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. അതേപോലെ ഗവൺമെന്റ് സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ കുറച്ചത് ജ്വല്ലറികളുടെ വിൽപ്പനയും മാർജിനും വർദ്ധിപ്പിക്കാനും സഹായിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഈ ഒരു ജ്വല്ലറി ഡയമണ്ട് മേഖലയിലുള്ള സ്റ്റോക്കുകളിൽ വമ്പിച്ച ഒരു മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡാറ്റയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ഏറ്റവും ഡ്രീം ആയിട്ടുള്ള ഒരു റാലി നടന്ന ഒരു സ്റ്റോക്ക് കാണുന്നത് TBZ എന്ന് പറയുന്ന ജ്വല്ലറി സ്റ്റോക്കാണ്. അവിടെ 100% ഒരു റാലി, അതായത് ഈ കഴിഞ്ഞ 3 മാസം കൊണ്ട് ഈ സ്റ്റോക്കിന്റെ പ്രൈസ് നേരെ ഡബിൾ ആയിട്ടാണ് ഉയർന്നത്. ഇപ്പോൾ അത് 52 വീക്ക് ഹൈയോട് അടുത്താണ് നിൽക്കുന്നത്. 5% മാത്രമേ 52 വീക്ക് ഹൈയിൽ നിന്ന് താഴെ വന്നിട്ടുള്ളൂ. അതേപോലെ തന്നെയാണ് ബ്ലൂ സ്റ്റോൺ ജ്വല്ലറി, അത് 74% റാലിയാണ് കാണിച്ചത്. അതും 52 വീക്ക് ഹൈയിലാണ്. അതേപോലെ
നമുക്ക് ഏറ്റവും സുപരിചിതമായിട്ടുള്ള കല്യാൺ ജ്വല്ലേഴ്സ് 71% റാലി നടന്നു. സ്കൈ ഗോൾഡിൽ 63% റാലി നടന്നു. KDDL 42% റാലി നടന്നു. ടൈമെക്സ് ഗ്രൂപ്പിൽ 40% റാലി നടന്നു. ഇതൊക്കെ അതിൻ്റെ 52 വീക്ക് ഹൈയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതേപോലെ ടൈറ്റാനിലും 22% റാലി നടന്നു. ടൈറ്റാനും ഇപ്പോൾ 52 വീക്ക് ഹൈയോട് അടുത്താണ് നിൽക്കുന്നത്. എന്നാൽ 52 വീക്ക് ഹൈയോട് ഇനിയും കുറേ ദൂരം പോകാനുള്ള ചില സ്റ്റോക്കുകൾ കാണാം. അതിലൊന്ന് ബ്ലൂ സ്റ്റോൺ ജ്വല്ലേഴ്സ് ആണ്. 74% റാലി കഴിഞ്ഞ 3 മാസം നടന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും 12% അതിൻ്റെ ഹൈയിൽ നിന്ന് ഡൗൺ ആയിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ തങ്കോയിൽ ജ്വല്ലറീസ് 40% ഒരു റാലി കഴിഞ്ഞ 3 മാസം നടന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഹൈയിൽ നിന്നും 27% ഡൗൺ ആയിട്ടാണ് ഇപ്പോഴും സ്റ്റോക്ക് നിൽക്കുന്നത്. അതുപോലെ ഈത്തോസിൽ 21% റാലി നടന്നു. ഇപ്പോഴും ഹൈയിൽ നിന്ന് 10% ഡൗൺ ആണ്. PC ജ്വല്ലേഴ്സിൽ 20% റാലി നടന്നു. ഇപ്പോഴും ഹൈയിൽ നിന്ന് 29% ഡൗൺ ആണ്. അതുപോലെ PN ഗാഡ്ഗി ജ്വല്ലേഴ്സ് 14% റാലി മാത്രമേ നടന്നിട്ടുള്ളൂ. ഇപ്പോഴും 52 വീക്ക് ഹൈയിൽ നിന്നും 17% ഡൗൺ ആയിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ സെൻഗോ ഗോൾഡിൽ കഴിഞ്ഞ 3 മാസമായിട്ട് 9% ഒരു ഗ്രോത്താണ് കാണുന്നത്. ഇപ്പോൾ 52 വീക്ക് ഹൈയിൽ നിന്നും ഇനിയും 15% താഴെയായിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ ഗോൾഡിയാം ഇൻ്റർനാഷണലിൽ 16% ഒരു റാലി നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും 52 വീക്ക് ഹൈയോട് 9% താഴെയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയും ചില സ്റ്റോക്കുകൾ അതിൻ്റെ ഹൈയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റോക്കുകളിൽ ഇനിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി സാധ്യത കുറവാണ്. പക്ഷേ ഇനിയും 52 വീക്ക് ഹൈയോട് എത്താൻ ബാക്കിയുള്ള കുറേ സ്റ്റോക്കുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഇതേപോലെ മറ്റൊരു സെഗ്മെൻറ്റ് ശക്തമായ റാലി നടന്നിട്ടുള്ളത് കഴിഞ്ഞ 3 മാസമായിട്ട് വയേഴ്സ് ആൻഡ് കേബിൾസിലാണ്. അപ്പോൾ രാജ്യത്ത് ഉടനീളം ഈ റിയാലിറ്റി സെഗ്മെൻറ്റിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ബൂമും അതുപോലെ ഈ റിന്യൂവബിൾ എനർജി മേഖലയിൽ സോളാർ വിൻഡ് പ്രൊജക്റ്റുകളിലേക്കും അതുപോലെ പവർ ഗ്രിഡ് നവീകരണത്തിലുമൊക്കെ വലിയ തോതിലുള്ള വയറുകളും ഹൈ വോൾട്ടേജ് കേബിളുകളും ആവശ്യമായി വരികയാണ്. കൂടാതെ ഡാറ്റാ സെൻറ്റർ ഡെവലപ്മെൻറ്റിലൊക്കെ വയേഴ്സ് ആൻഡ് കേബിൾസിൻ്റെ ആവശ്യം കൂടി വരികയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു റാലിയാണ് നമ്മളിപ്പോൾ വയേഴ്സ് ആൻഡ് കേബിൾ സ്റ്റോക്കുകളിൽ കാണുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു 3 മാസത്തെ ഡാറ്റ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല സ്റ്റോക്കുകളിലും നല്ല റണ്ണപ്പ് നടന്നതായിട്ട് കാണാം. അപ്പോൾ അതിൽ വിമാർക്ക് ഇന്ത്യ 94% ഒരു റിട്ടേൺ ആണ് കഴിഞ്ഞ 3 മാസം നൽകിയത്. അതിപ്പോൾ അതിൻ്റെ 52 വീക്ക് ഹൈയിലാണ്. അതുപോലെ RR കേബിൾ 47% മുന്നേറ്റം നടത്തി. അതും ഇപ്പോൾ 52 വീക്ക് ഹൈയോട് അടുത്ത് നിൽക്കുകയാണ്. അതുപോലെ യൂണിവേഴ്സൽ കേബിൾസ് 39% റാലി നടന്നു. അതിപ്പോൾ ഇനിയും 10% ഒരു ഗ്യാപ്പ് 52 വീക്ക് ഹൈ ആയിട്ടുണ്ട്. അതുപോലെ KSH ഇൻ്റർനാഷണൽ 18% റാലിയും ഡിവൈൻ പവറിൽ 14% റാലിയും നടന്നു. അതൊക്കെ ഇപ്പോൾ അതിൻ്റെ 52 വീക്ക് ഹൈയോട് അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. എന്നാൽ KEA ഇൻഡസ്ട്രീസിൽ 0.88% ഒരു റാലി മാത്രമാണ് നടന്നത്. എങ്കിൽ പോലും അത് 52 വീക്ക് ഹൈയോട് വെറും 6% ഒരു ഡിഫറൻസിലാണ് നിൽക്കുന്നത്. എന്നാൽ ഇവിടെ ചില സ്റ്റോക്കുകൾ ഇനിയും മുന്നേറാൻ ബാക്കിയുള്ളതായിട്ട് കാണാം. അതിലൊന്ന് പോളിക്യാബ് ഇന്ത്യയാണ്. അത് കഴിഞ്ഞ 3 മാസം നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയത്. 6% ഒരു നെഗറ്റീവ് റിട്ടേൺ ആണത്. എന്നാൽ 52 വീക്ക് ഹൈയോട് ഏകദേശം 10% ഒരു ഡിഫറൻസ് മാത്രമാണ് അവിടെ കാണുന്നത്. അതുപോലെ പാരമൗണ്ട് കമ്മ്യൂണിക്കേഷൻസിൽ നെഗറ്റീവ് റിട്ടേൺ ആണ് കഴിഞ്ഞ 3 മാസം ഉണ്ടായത് 8%. ഇപ്പോഴും 52 വീക്ക് ഹൈയോട് 18% ഒരു ഡിഫറൻസിലാണ് നിൽക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ മറ്റ് 2 സെക്ടറുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് വയേഴ്സ് ആൻഡ് കേബിൾ സെഗ്മെൻറ്റിൽ പല സ്റ്റോക്കുകളും ഓൾറെഡി അതിൻ്റെ റണ്ണപ്പ് നടന്നു കഴിഞ്ഞതായിട്ട് കാണാം. അതിൻ്റെ 52 വീക്ക് ഹൈയോട് അടുത്ത് തന്നെയാണ് പല സ്റ്റോക്കുകളും നിൽക്കുന്നത്. അപ്പോൾ പലതിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി നമുക്ക് കാണാൻ കഴിയില്ല. എങ്കിലും നേരിയ ഒരു സാധ്യത പല സ്റ്റോക്കുകളിലും നമുക്ക് ദൃശ്യമാണ്. പ്രത്യേകിച്ച് പാരമൗണ്ട് കമ്മ്യൂണിക്കേഷൻ, പോളിക്യാബ്, ഫിനോലെക്സ് കേബിൾസ്, ഡൈനാമിക് കേബിൾസ്, ക്വാഡ്രന്റ് ഫ്യൂച്ചേഴ്സ്, ഇതിലൊക്കെ ഒരു 10% ഒരു സാധ്യത നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് 3 സെക്ടേഴ്സ് നല്ല റണ്ണപ്പ് കഴിഞ്ഞ 3 മാസം നടന്നതായിട്ട് നമുക്ക് കാണുന്നത്. ഇതിൽ പല സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മുന്നേറ്റത്തിന് ഇനിയും സാധ്യത ഉണ്ടെന്നും നമുക്ക് ഈ ഡാറ്റകളിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ ഈ സെക്ടറുകളെ കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചുകൊണ്ട് ഇത് വാച്ചിൽ സ്ലൈഡ് ചെയ്തുകൊണ്ട് ഒരുപക്ഷെ അടുത്തൊരു ബുൾ റണ്ണിൽ ശക്തമായി മുന്നേറാൻ സാധ്യതയുള്ള പല സ്റ്റോക്കുകൾ നമുക്കിതിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സെക്ടറിനെ കുറിച്ചും സ്റ്റോക്കുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.